ഈശോയെ എനിക്കും നിനക്കുമായി തന്നതിന് നന്ദി പറയണം. നമ്മൾ എത്ര പേര് അത് ഓരോ ദിവസം പറയുന്നുണ്ട്? അല്ലെങ്കിൽ നമ്മുടെ നന്ദി പറയുന്ന ലിസ്റ്റില്, നമ്മുടെ എത്ര പേരുടെ ലിസ്റ്റില് ഈശോയെ തന്നതിന് നന്ദി എന്ന് നമ്മൾ പറയാറുണ്ട്? പിതാവായ ദൈവം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് സ്വന്തം പുത്രനെ തന്നു. ബാക്കി ദൈവം തന്നതൊക്കെ അതിനോർത്ത് നമ്മൾ നന്ദി പറയാറുണ്ട്. നന്ദി പറയണം, തീർച്ചയായിട്ടും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. എന്നാൽ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ: സ്വന്തം പുത്രനെ നമുക്കായി നൽകി. സ്വന്തം പുത്രനെ എനിക്കും നിനക്കുമായി ദൈവം നൽകി എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായി നന്ദി പ്രകടനത്തിന്റെ വിഷയമായിട്ട് മാറേണ്ടത്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ നന്ദി പറയേണ്ട വിഷയമാണ്: ഈശോയെ എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിന് നന്ദി പറയുമ്പോൾ പറയണം: ഈശോയെ എനിക്ക് തന്നതിന്, നിന്റെ പുത്രനായ ഈശോയെ എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. അപ്പൊ പുത്രനെ, അതുകൊണ്ടാണ് റോമ 8:32 നാം വായിക്കുന്നത്: പുത്രനെ തന്നെങ്കിൽ ബാക്കിയെല്ലാം ദാനമായി തരാതിരിക്കുമോ? ഈ പുത്രനെ തന്നതിലൂടെയാണ് ബാക്കിയെല്ലാം നമുക്ക് ദാനമായി തന്നത്. നമ്മൾ ഇന്ന് ഏതെല്ലാം വിഷയങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറയുന്നുണ്ടോ, ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതും പൂർത്തിയായതും സ്വന്തമാക്കിയതൊക്കെ ഈ പുത്രനിലൂടെയാണ് സ്വന്തമാക്കിയത്. ഇപ്പൊ പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതൊന്നും, ഇപ്പോൾ നമ്മൾ സ്വന്തമാക്കിയെന്ന് കരുതുന്നതൊന്നും, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കരുതുന്നതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയില്ലായിരുന്നു. അപ്പോ പുത്രനെ നൽകി. അപ്പോ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പും ഇനി എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ നന്ദിയോടെ അല്ലെ, നമ്മൾ ദൈവത്തിന് താങ്ക്സ് ഗിവിംഗ് ഉണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ട്, സ്തുതി ആരാധനയുണ്ട്, യാചനാ പ്രാർത്ഥനകളുണ്ട്. ഇതെല്ലാം പ്രാർത്ഥനയുടെ വിവിധങ്ങളായ രൂപങ്ങളാണ്. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കും, ദൈവത്തോട് യാചനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കും, അല്ലെ? അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്താണ്? ഈശോയെ തന്നതിന് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങൾക്ക് നിന്റെ പുത്രനെ തന്നതിനെ ഓർത്ത് നന്ദി. അതാണല്ലോ ക്രിസ്മസ് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ക്രിസ്മസിന്റെ ആഘോഷം എന്ന് പറയുന്നത് എന്താ? സ്വന്തം പുത്രനെ പിതാവായ ദൈവം എനിക്കും നിങ്ങൾക്കുമായി തന്നു. ഇനി എന്തിന് നൽകി എന്നുള്ള ചോദ്യത്തിന് വിവിധങ്ങളായ ഉത്തരങ്ങളുണ്ട്. അപ്പോ ഈശോയെ തന്നതിന് നന്ദി പറയണം, ഈശോയിലൂടെ ദൈവം തന്നതിന് നന്ദി പറയണം. ഈശോയെ തന്നതിന് മാത്രമല്ല, യേശുവിലൂടെ പിതാവായ ദൈവം നമുക്ക് തന്നതിനും നന്ദി പറയേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്തിനാണ് ഈശോയെ പിതാവായ ദൈവം നമുക്കായി തന്നത് എന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നാം പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെടുന്നതിനു വേണ്ടിയിട്ടാണ് പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്കായി തന്നത്.